ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് SSLC ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി ഇമ്പോർട്ടൻ്റായി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നോട്ട് ഓഫ് അപ്രിസിയേഷൻ, അതായത് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നുള്ളത്. സാധാരണ 5 അതല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അതിന് വേണ്ടിയുള്ളൊരു ഫോർമാറ്റ്, സിമ്പിൾ ഫോർമാറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് 2 പോയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ആ 2 പോയത്തിൻ്റെ ജസ്റ്റ് ഒരു അപ്രിസിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ബൈ ഹാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പോയിൻ നേരെ ഇവിടേക്ക് എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് 3 പാരഗ്രാഫാണ് വേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ പോയത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക, മൂന്നാമത്തെ പാരഗ്രാഫിൽ ജസ്റ്റ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഇങ്ങനെ 3 പാരഗ്രാഫായിട്ടാണ് നമ്മൾ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എഴുതേണ്ടത്. ഒരു പേജ് ഫുൾ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോട്ട് ഓഫ് അപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ഓഫ് അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും എഴുതാൻ പറ്റുന്ന, അതായത് തുടക്കത്തിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയുന്നത് അതിൻ്റെ തുടക്കവും ലാസ്റ്റും ഇതേപോലെ മാത്രം എഴുതിയാൽ മതി. പക്ഷേ 2 ഭാഗങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ വളരെയധികം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നോട്ട് ഓഫ് അപ്രിസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ദ പോം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയിന്റ് തന്നെയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്. ഓക്കെ, പെന്നഡ് ബൈ വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, ഈ പോയം എഴുതിയത് ആരാണ്, വില്യം വേർഡ്സ്വർത്ത് എന്ന റൈറ്ററാണ്. പെന്നഡ് ബൈ എന്ന് പറഞ്ഞാൽ റിട്ടൺ ബൈ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്, ഇനി വേറെ ഏതെങ്കിലും പോയാണെങ്കിൽ എന്ത് ചെയ്യുക, ദ പോം, നമ്മൾ വേറെ ഏത് പോയ ആ പോയത്തിൻ്റെ പേര് കൊടുക്കുക, പെന്നഡ് ബൈ, അതുപോലെ എഴുതാം, ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വില്യം വേർഡ്സ്വർത്ത് എന്ന ഭാഗവും അതുപോലെ തന്നെ ആ പോയത്തിൻ്റെ ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ അതേപോലെ എഴുതി വെച്ചാൽ മതി, ഒരു മാറ്റവും നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഹു വാസ് വൺ ഓഫ് ദ വെൽ നോൺ റൈറ്റേഴ്സ്. ഈ വില്യം വേർഡ്സ്വർത്ത് എന്ന ആരായിരുന്നു, അറിയപ്പെട്ട റൈറ്റേഴ്സുകൾപ്പെട്ട ഒരു റൈറ്ററായിരുന്നു. ഓക്കെ, വെൽ നോൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട. ദ പോയറ്റ് ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് ബുക്സ്. ഈ പോയറ്റ് ധാരാളം ബുക്സ് എഴുതിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ബിക്കെയിം മോർ ഫേമസ് റൈറ്റർ, അദ്ദേഹം എന്തായി, വളരെയധികം ഫേമസ് ആയ റൈറ്ററായി. പിന്നെ ദ പോയം ഷെയർസ്, ഈ പോയം പങ്കുവെക്കുന്നു ആൻ ഇമ്പോർട്ടൻറ്റ് തീം, ഒരു പ്രധാനപ്പെട്ട തീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്, ആ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ് എന്ന ഭാഗവും അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്ത് എന്ന ഭാഗവും മാത്രമാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇനി ഇതന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നതിലേക്ക് പോയി നോക്കാം. ഓക്കെ, ലിസൺ ഹിയർ. ദ പോയറ്റ് വാണ്ട്സ് ടു സേ ത്രൂ ദിസ് പോയം, അതായത് ഈ പോയത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവിടെ പിന്നെ ഞാനിങ്ങനെ ബ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, ആ ഒരു പോയത്തിൻ്റെ സമ്മറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു പോയം നേരെ ഇതിലേക്ക് എഴുതി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാൻഡ് റൈറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്
2 പാരഗ്രാഫാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. അതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് ആ പോയത്തിൻ്റെ പേരും അതുപോലെ തന്നെ എഴുതിയ ആളുടെ പേരും. ഓക്കെ, പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയത്തിൻ്റെ സമ്മറി എഴുതാനുള്ളൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമ്മറി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ആ പോയം എടുത്തെഴുതിയാൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ പാരഗ്രാഫിലാക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇൻ ദിസ് പോയം the poet has used simple language which anybody can understand easily. ഈ പോയത്തിൽ ദ പോയറ്റ് ഹാസ് യൂസ്ഡ്, ഈ പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സിമ്പിൾ ലാംഗ്വേജ്, സിമ്പിളായ ലാംഗ്വേജ്, ലളിതമായ ലാംഗ്വേജ്, വിച്ച് എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി, ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സെർട്ടൈൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഈ പോയറ്റ് കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ദ പോയം ടച്ച്ഡ് മീ എ ലോട്ട് ആൻഡ് ഐ ലവ് ദീസ് പോയം. ഈ പോയം എന്ത് ചെയ്തു, എന്നെ വളരെയധികം ടച്ച് ചെയ്തു. മാത്രമല്ല ആൻഡ് ഐ ലവ് ദീസ് പോയം, ഈ പോയം ഞാൻ വളരെയധികം എന്ത് ചെയ്യുന്നു, എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ട് ഓഫ് അപ്രിസിയേഷൻ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 6ൽ 6 മാർക്കോ അതല്ലെങ്കിൽ 5ൽ 5 മാർക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നോട്ട് ഓഫ് അപ്രിസിയേഷൻ്റെ ജസ്റ്റ് ഒരു എന്താണ്, കൺക്ലൂഷനാണ്. ഇൻ ദിസ് പോയം, ഈ പോയത്തിൽ ദ പോയറ്റ് ഹാസ് യൂസ്ഡ്, പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സിമ്പിൾ ലാംഗ്വേജ്, ലളിതമായ ലാംഗ്വേജ്. ഓക്കെ, വിച്ച് എങ്ങനത്തെ ലാംഗ്വേജ്, എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി, ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജാണ് ഈ പോയറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് സെർട്ടൈൻ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഇതിലെന്ത് കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതുപോലെ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, ഇതൊക്കെയാണ് എന്ത്, ഫിഗർ ഓഫ് സ്പീച്ച്. അതായത് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയറ്റ് തൻ്റെ പോയത്തിനെ ഒരു അട്രാക്റ്റീവ് സ്റ്റൈലിൽ എഴുതുക. ഓക്കെ, അതായത് റീഡേഴ്സിൻ്റെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പോയറ്റിക് ഡിവൈസ് എന്ത് ചെയ്യാറുണ്ട്, പോയറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഏതുപോലെ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അതിനാണ് എന്ത് പറയുക, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുക. ഓക്കെ, പിന്നെ ദ പോയം ടച്ച്ഡ് മീ എ ലോട്ട്, ഈ പോയം എന്നെ വളരെയധികം ടച്ച് ചെയ്തു. ടച്ച് ചെയ്യാൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആൻഡ് ഐ ലവ് ദീസ് പോയം, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പോയം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേപോലെ കാണാതെ പഠിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങൾ പകർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന സമയത്ത്, നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ്, അവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒന്ന്, ആ എഴുതിയ ആളെ പേരും പിന്നെ എന്താണ്, ആ പോയത്തിൻ്റെ പേരും. ആ 2 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോയം അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പോയം നേരെ റീറൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫൈനൽ പാരഗ്രാഫിൽ പോകുന്ന സമയത്ത് ഫൈനൽ പാരഗ്രാഫിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെയാണ് നേരെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ട് ഓഫ് അപ്രിസിയേഷൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗ് നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, നീറ്റായിട്ട് എഴുതി കഴിഞ്ഞാലാണ് ഈ നോക്കുന്ന ആ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊക്കെ നോക്കാനും തോന്നുകയുള്ളൂ. ഒരു അട്രാക്റ്റീവ് സ്റ്റൈലിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ ആൻസേഴ്സും നിങ്ങൾ എഴുതേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റിനും നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീട്ടിൽ നിന്ന് നമ്മൾ നന്നായിട്ട് എഴുതി പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന്
നമുക്കത് ഓർമ്മ വരികയുള്ളൂ. അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ല രീതിയിൽ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പെർഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ഈ ഒരു ആൻസർ മാത്രമല്ല, എല്ലാ ആൻസേഴ്സും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിച്ച് എക്സാം ഹാളിലേക്ക് പോവേണ്ടത്. എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക.